ഇപ്പോഴും ഈ ഗ്രില്ല് പൂർണ്ണമായി പൊളിച്ചു മാറ്റുക പ്രായോഗികമല്ല ഇവരെ കൊണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു പൂട്ടുണ്ട്. ആ പൂട്ട് പൊളിക്കാനുള്ള നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവരിപ്പോഴും അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതായത് പൂട്ട് പൊളിച്ച് അകത്തേക്ക് കടക്കുക എന്നുള്ളതാണ് ശ്രമം. പക്ഷേ അപ്പോഴും ഇതിന് 2 ഗ്രില്ലുണ്ട്. ആദ്യ പൂട്ട് പൊളിച്ച് അകത്തേക്ക് കടന്നാൽ ആദ്യം കാണുന്നത് ഡോക്ടർ മിനി കാപ്പൻ്റെ ഓഫീസാണ്. അതായത് ഡയറക്ടർ ഓഫ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. ആ മിനി കാപ്പനാണ് ഇപ്പോൾ രജിസ്ട്രാറുടെ അധിക ചുമതല നൽകിക്കൊണ്ട് നേരത്തെ താൽക്കാലിക VC സിസ തോമസ് ഉത്തരവിറക്കിയിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഗ്രില്ലുണ്ട്. ആ ഗ്രില്ല് പൊളിച്ചാൽ മാത്രമാണ് വീണ്ടും ഈ VCയുടെ ചേംബറിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കാനാകുക. എന്തായാലും ഇപ്പോഴും പ്രവർത്തകർ അതിൻ്റെ പൂർണ്ണമായി ആ ഒരു ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല. അവിടെ ഗ്രില്ല് പൊളിക്കുക, സ്വാഭാവികമായ ഗ്രില്ല് ശക്തമായ ഇപ്പോൾ പോലീസ് SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. SFI പ്രവർത്തകർ ഓരോ പിറകിലും ഓരോരുത്തരെയായും പിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതാണ് ഇപ്പോൾ പോലീസും SFI പ്രവർത്തകരും തമ്മിലുള്ള ഒരു നേരിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും SFI പ്രവർത്തകർ അവർ പിന്മാറാൻ തയ്യാറായിട്ടില്ല. പോലീസ് സാവകാശം അവരെ പിടിക്കുകയാണ്. എന്തായാലും ആ ഒരു ചെറിയ തർക്കത്തിലേക്ക് പോലീസും SFI പ്രവർത്തകരും തമ്മിലുള്ള ചെറിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സാധാരണഗതിയിൽ ഒരു സമരം നടത്തുമ്പോൾ SFI പ്രവർത്തകർ എങ്ങനെയാണ് എന്തായാലും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പോലീസ് സർവകലാശാല ആസ്ഥാനത്തേക്ക് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം അതിൽ നൂറുകണക്കിന് SFI പ്രവർത്തകരുണ്ട്. പോലീസ് അവിടേക്ക് ഇപ്പോൾ കൂടുതലായി എത്തുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം അത് അവിടെ പ്രവർത്തകർ ചെറുക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെ ഈ ഘട്ടത്തിൽ പോലീസ് സംയമനം തുടരുമോ എന്നറിയില്ല. ഇത്രയും സമയവും പോലീസിൻ്റെ സംയമനം നമ്മൾ കണ്ടതാണ്. പോലീസിൻ്റെ ലാത്തിയും ഷീൽഡും ഒക്കെ SFI പ്രവർത്തകരുടെ കൈകളിൽ ഇരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ആ സംയമനം പാലിക്കുമോ അതോ പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങുമോ, അവിടെ നിന്ന് ഇറങ്ങുമോ എന്നറിയില്ല. ഏതായാലും VCയുടെ ഓഫീസിൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ഒരു ഗ്രിൽ വാതിൽ മാത്രമാണ് പ്രവർത്തകർക്ക് മുന്നിൽ ഇനി ബാക്കിയുള്ളത്. പക്ഷെ അത് ഭേദിച്ച് മുന്നോട്ട് പോകാൻ ഇപ്പോഴത്തെ നിലയിൽ കഴിയില്ല എന്നാണ് നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചത്. പ്രവർത്തകർ ഒരു പക്ഷേ അറസ്റ്റിന് വഴങ്ങിയേക്കാം എന്ന് കരുതുന്നു. പോലീസ് ഏറ്റവും പിൻഭാഗത്തു നിന്നൊക്കെയുള്ള പ്രവർത്തകരെ ഇങ്ങനെ നീക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതല്ല, ഇപ്പോൾ നേതാക്കൾ തന്നെ ഇടപെട്ട് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുകയാണോ എന്ന സംശയവുമുണ്ട്. തൽക്കാലം വലിയ സംഘർഷത്തിലേക്ക് പോകാതെ SFIയുടെ പ്രവർത്തകരും നോക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട നേതാക്കളും നോക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. പ്രവർത്തകർ അവിടെ നിന്ന് ഒരു പക്ഷേ സ്വമേധയാ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിച്ച് മാറാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. കൂടുതൽ പോലീസ് ഇപ്പോൾ സർവകലാശാല ക്യാമ്പസിനകത്തേക്ക് വന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് വേണമെങ്കിൽ പോലീസിന് കടക്കാം. ഇപ്പോഴും ഏറ്റവും ഒടുവിൽ വരുന്ന ദൃശ്യങ്ങളും പ്രവർത്തകരും പോലീസും അങ്ങനെ ആ മട്ടിൽ തന്നെ നിൽക്കുകയാണ്. നേരത്തെ പുറകിൽ നിന്നൊക്കെ പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കാൻ ശ്രമിച്ചത് ഒരു ബഹളത്തിന് കാരണമായിരുന്നു. ആ ഘട്ടത്തിൽ SFI പ്രവർത്തകർ തന്നെ ഇടപെട്ട് ഈ പറയുന്ന പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. അറസ്റ്റിന് വഴങ്ങുമോ, അവിടെ നിന്ന് സ്വമേധയാ പ്രവർത്തകർ പിരിഞ്ഞു പോകുമോ എന്നൊന്നും ഈ ഘട്ടത്തിലും അറിയില്ല. എന്താണ് അവിടെ അടുത്ത നിമിഷം സംഭവിക്കുക എന്നറിയില്ല. എന്തായാലും അറസ്റ്റിന് വഴങ്ങുന്നില്ല പ്രവർത്തകർ. അവിടെ പോലീസുമായി ഏതാണ്ട് ഒരു മുഖാമുഖം വരുന്നുണ്ട് ചില ഘട്ടങ്ങളിലെങ്കിലും. അത് ഒഴിവാക്കാനൊക്കെയുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. സംഘർഷഭരിതമായ മണിക്കൂറുകളിലൂടെ കടന്നു പോവുകയാണ് കേരള സർവകലാശാല ആസ്ഥാനം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഭാഗത്ത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ VCയുടെ ഓഫീസിന് തൊട്ടു മുന്നിൽ വരെ എത്തിയിരിക്കുകയാണ് ആ പ്രതിഷേധം. ഇതിപ്പോൾ ഈ പ്രവർത്തകർ സ്വമേധയാ പിരിഞ്ഞു പോകുമോ അതോ അറസ്റ്റിന് വഴങ്ങുമോ, അതല്ല ഈ പോലീസ് വലയം ഭേദിച്ച് ഈ ഗ്രില്ല് വാതിലൊക്കെ തകർത്ത് വീണ്ടും ആ VCയുടെ ചേംബറിനടുത്തേക്ക് പോകുമോ, എന്താണ് ഈ ഘട്ടത്തിൽ അവിടെ സംഭവിക്കാൻ സാധ്യത? സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെ കേരള സർവകലാശാല ആസ്ഥാനം കടന്നു പോവുകയാണ്. ഇപ്പോൾ പ്രവർത്തകർ തിരികെ കുറേ പേരൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അവിടെ പോലീസുമായി ഉണ്ടും തള്ളുമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ പ്രവർത്തകർ തന്നെ പിരിഞ്ഞു പോവുകയാണോ, പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തകർ അവിടെ നിന്ന് മടങ്ങുകയാണോ എന്ന് സംശയിക്കുന്നു. ഗ്രില്ലിനോട് ചേർന്ന് കുറേ പ്രവർത്തകർ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതല്ല, കുറച്ച് പ്രവർത്തകരെങ്കിലും ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട്. പോലീസ് അവരെ
താഴേക്ക് ഇറക്കുകയാണ്. പോലീസ് അവരെ താഴേക്ക് ഇറക്കുകയാണ്. അറസ്റ്റിന് വഴങ്ങില്ല എന്ന മട്ടിൽ പ്രതിരോധിക്കുന്നുണ്ട് SFI പ്രവർത്തകരിൽ ഒരു ഭാഗം. എന്തായാലും പോലീസ് ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ശ്രമം നടക്കുകയാണ്. ഈ ഘട്ടം വരെയും പോലീസ് കാര്യമായ ഇടപെടൽ ഈ സമരത്തിൽ നടത്തിയിട്ടില്ല. ഇപ്പോൾ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. അലക്സ്, കേൾക്കാമെന്ന് കരുതുന്നു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങുകയാണോ അതോ സ്വമേധയാ പുറത്തേക്ക് പോവുകയാണോ? അതല്ല, ആ ഗ്രില്ല് ഭേദിച്ച് VC-യുടെ ചേംബറിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ടോ? എന്താണ് അവിടെ നടക്കുന്നത് അലക്സ് ഇപ്പോൾ? അലക്സിലേക്ക് എത്താൻ കഴിയുന്നില്ല. അവിടെ വലിയ ബഹളവും ഉണ്ട്. ഒരു പക്ഷേ ഞാൻ ചോദിക്കുന്നത് അലക്സിന് തുടർച്ചയായി ചോദിക്കുന്നത് കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഉമേഷ് ബാലകൃഷ്ണനും ഭാഗത്തുണ്ടായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ തന്നെ ഉണ്ടായിരുന്നു. ഉമേഷ്, കേൾക്കാമെങ്കിൽ പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങുകയാണോ അതോ പോലീസുമായി ഒരു മുഖാമുഖം നിൽക്കുകയാണോ? നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കുറച്ച് പ്രവർത്തകർ പടികൾ ഇറങ്ങി താഴേക്ക് പോകുന്നുണ്ട്. പോലീസ് അവരെ ബലമായി താഴേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്താണ് അവിടെ നടക്കുന്നത് ഉമേഷ്? പോലീസ് ഏറ്റവും മുന്നിൽ ഗ്രില്ലിന് മുന്നിൽ അക്രമങ്ങൾ നടത്തിയവരെ ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റുകയാണ്. എന്നാൽ അതേ ഭാഗത്ത് തന്നെ തൊട്ടപ്പുറത്ത് SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രില്ല് പൊളിച്ചു മാറ്റാൻ, ആ കൂട്ട് പൊളിച്ചു മാറ്റാൻ ശ്രമിച്ചവരെയാണ് പോലീസ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് മാറ്റുന്നത്. അവർ പക്ഷേ അറസ്റ്റിന് വഴങ്ങുന്നൊന്നുമില്ല. അവർ ബലം പ്രയോഗിച്ച് തന്നെ നിൽക്കുന്നുണ്ട് SFI പ്രവർത്തകർ. എന്നാൽ പോലീസ് ഒന്നോ രണ്ടോ പ്രവർത്തകരെ തന്നെ പോലീസ് ബലം പ്രയോഗിച്ചപ്പോൾ താഴേക്ക് എടുത്തെറിയുന്ന കാഴ്ചകൾ കാണുന്നു. എന്തായാലും പോലീസിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഒരുപക്ഷെ ഇത്രയും സമയം നീണ്ടു നിൽക്കുന്ന സമീപനത്തിന് ശേഷം പോലീസിൻ്റെതായ ഡ്യൂട്ടി ചെയ്തു തുടങ്ങിയിരിക്കുന്നു. പോലീസ് ഈ അക്രമം നടത്തിയവരെ, അതായത് പ്രതിഷേധിക്കുന്ന എല്ലാവരെയുമല്ല, പ്രതിഷേധിക്കുന്ന ഈ തൊട്ട് സമീപത്തെല്ലാം പ്രതിഷേധിക്കുന്നവർ ഇപ്പോഴും മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്നുണ്ട്. എന്നാൽ സമീപത്ത് ഈ ഗ്രില്ലിന്റെ പൂട്ട് പൊളിക്കാനെല്ലാം ശ്രമിച്ചവരെ മാത്രമാണ് ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത്. എന്തായാലും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റി തുടങ്ങിയിരിക്കുന്നു. ആ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇനി മറ്റുള്ളവരെയും, കാരണം സ്വാഭാവികമായി പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. അപ്പോഴും അറസ്റ്റിന് വഴങ്ങാതെ SFI പ്രവർത്തകർ ഒരു ഭാഗത്ത് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അവരുടെ മുദ്രാവാക്യം വിളി അവർ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധം. കാരണം ഇത്രയും വളരെ കുറച്ച് പോലീസ് മാത്രം ഇത്രത്തോളം പ്രതിഷേധക്കാർ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് അകത്ത് കയറി നിന്ന് പ്രതിഷേധിക്കുക, അത് ഇതുവരെ കാണാത്ത കാഴ്ചയാണ്. ഒരുപക്ഷെ ഈ രഹസ്യ സ്വഭാവമുള്ള ചില പ്രതിഷേധങ്ങൾ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. KSU പ്രവർത്തകരെല്ലാം ഒത്തുതിരിഞ്ഞ് രഹസ്യ വഴികളിലൂടെയെല്ലാം ഈ ചേംബറിന് മുന്നിലും ഈ പരിസരത്തും എന്നെല്ലാം കരിങ്കൊടി കാണിക്കുക, KSUവിന്റെ പതാക ഉയർത്തി പ്രതിഷേധിക്കുക, അന്ന് എങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രതിഷേധം സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത പ്രതിഷേധമാണ്. അതായത് മെയിൻ കവാടം ആദ്യം ചാടിക്കടന്നു, തൊട്ട് പിന്നാലെ മെയിൻ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്തേക്ക് കയറി VC-യുടെ ചേംബറിന് മുന്നിലെത്തി. ആ ഒരു പ്രതിഷേധത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും പോലീസ് വലിയ രീതിയിൽ ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ, SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ ഈ ത്രൂ ഔട്ട് കണ്ടതാണ്. അതിൽ ചില അക്രമങ്ങൾ കാണിച്ച, ചില രീതിയിൽ കൂടുതൽ പോലീസിന്റെ നിയന്ത്രണത്തിൽ പെടുത്താൻ കഴിയാത്ത ചിലരെ മാത്രമാണ് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ആ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. അപ്പോഴും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ പടിക്കെട്ടുകൾ പൂർണ്ണമായി SFI പ്രവർത്തകർ നിന്ന് മുദ്രാവാക്യം വിളിച്ച് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അവർക്കെതിരെ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിഷേധിക്കുന്നവരെ ഇവിടെ നിന്ന് മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനോ ആരും ശ്രമിക്കുന്നുമില്ല. എന്നാൽ പോലീസ് മറ്റൊരു ഭാഗത്ത് ഇപ്പോൾ വീണ്ടും പോലീസ് ബലം പ്രയോഗിച്ച്, അതായത് ഈ ഗ്രില്ലിന് മുന്നിൽ പ്രതിഷേധിക്കുന്നവരെ ഇപ്പോൾ വീണ്ടും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഗ്രില്ലിന് മുന്നിലാണ് ഇവർ നിന്നത്. ആ ഗ്രില്ലിന് മുന്നിൽ നിന്നവരെയാണ് വീണ്ടും, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പോലീസിന്റെ നിയന്ത്രണങ്ങൾ മറികടന്നുകൊണ്ട് ഗ്രില്ല് തകർത്ത് അല്ലെങ്കിൽ ഗ്രില്ലിന്റെ പൂട്ട് തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. ആ ഘട്ടത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിലെങ്കിൽ പോലും ഒരു ബലപ്രയോഗത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതിൽ വീണ്ടും പോലീസ് താഴേക്ക് ഇറങ്ങണം, അതായത് ഗ്രില്ലിന്റെ മുന്നിൽ നിന്ന് മാറണം എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് വീണ്ടും ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് പോലീസ് എത്തിയത്. ഇപ്പോഴും SFI പ്രവർത്തകരും പോലീസും തമ്മിലുള്ള വാക്കേറ്റം തുടരുകയാണ്. അവർ പോലീസിനെ വെല്ലുവിളിച്ച് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. പോലീസ് സമീപനം പാലിച്ച് മാറാൻ പറയുന്നു എന്നുള്ളതല്ലാതെ പോലീസിന്റെ ഭാഗത്ത് സാധാരണ ഉണ്ടാവുന്ന ഒരു പോലീസ് ആക്ഷൻ അത് ഇവിടെ ഉണ്ടായിട്ടില്ല.